മച്ചൻ ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രാവിലെ തന്നെ നമ്മൾ ആമ്പലെല്ലാം ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാം അതിൻ്റെ അകത്ത് കുറേ ഒച്ചും അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. അതിനെല്ലാം എടുത്ത് നമുക്ക് കളയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസമേ ആയുള്ളൂ ഈ ഫ്രിഡ്ജ് ബോക്സിൽ ആമ്പൽ നടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ നട്ടിട്ടില്ല. ആമ്പൽ ഇത് കുറച്ച് ചളിയിൽ നിറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2-3 ദിവസം വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു ബേസിൽ നിന്ന് ആമ്പലിന്റെ തൈ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. 2 തൈ ഒരുപാടായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പൂ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 2 തൈ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അതായത് നമ്മൾ നട്ടിട്ടില്ല, മണ്ണിൽ നട്ടു കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് നട്ടു കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. ഈ തൈ നട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. ചില വെറൈറ്റികൾ എല്ലാം അല്ലേ, ഇങ്ങനെയുള്ള ചില വെറൈറ്റികൾ നട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ തന്നെ അത് ശരിക്ക് അവിടെ വേര് താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് ശരിക്കും പിടിച്ചു വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ആദ്യം തന്നെ ഉയർത്തി വെക്കറ്. മാക്സിമം മണ്ണിൻ്റെ അകത്ത് 1 ഇഞ്ച് വെള്ളം മാത്രം വെച്ചിട്ട് അതിൽ നിന്ന് അതിൻ്റെ അകത്തേക്ക് നമ്മൾ തൈകൾ ഇടുക. അപ്പോഴത്തേക്ക് തന്നെ വേര് പിടിച്ച് പോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ടാങ്ക് അല്ലേ. ഇത് നമ്മൾ അങ്ങനെ വെച്ച ടാങ്കാണ്. ഇതെല്ലാം ഇഷ്ടം പോലെ പൂ വരുന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നെടലാമ്പലിന്റെ ടാങ്കാണ്. ഇതാ നെടലാമ്പൽ 10-25 പൂക്കളുണ്ടായിരുന്നു. ഇപ്പം പൂവ് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒരു പൂവേ ഉള്ളൂ അല്ലേ, 2 പൂവേ ഉള്ളൂ. പൂവ് അതിൻ്റെ അകത്ത് തന്നെ ഫുള്ള് കൂടുതൽ ഇഷ്ടം പോലെ തൈകളായിട്ടുണ്ട്. നമുക്ക് മാറ്റിയിട്ട് വേറൊരു ബേസിലേക്ക് മാറ്റി വെക്കാം. ഒരുപാട് തൈ ഉണ്ട്. ഇതിന്റെ എല്ലാം ഇടയിൽ ഇഷ്ടം പോലെ തൈകള് സെറ്റായി വന്നിട്ടുണ്ട്. ഇതായി പോകും. കൂടുതലായാല് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം എടുത്തിട്ട് ഒരു ബേസിലേക്ക് ആക്കി വെക്കാം അല്ലേ. ബേസിലേക്ക് ആക്കാം. നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ വെള്ളം എടുത്തിട്ട് തന്നെ നമുക്കിത് വേറൊരു ബേസിലേക്ക് മാറ്റിയേക്കാം. അതാകുമ്പോ ഇതിന്റെ സെറ്റായല്ലേ, ഈ വെള്ളത്തിലെ തന്നെ ഇത് സെറ്റായി വന്നതല്ലേ. അപ്പൊ അതിന്റെ തണുപ്പും എല്ലാം കൊണ്ട് ഇതിന്റെ അകത്ത് തന്നെ ശരിയാവുക. ഇഷ്ടം പോലെ തൈ ഉണ്ട് കേട്ടാ. ഈ തൈ ഇതെന്ന് വെച്ചാൽ ഈ പൂവ് വിരിഞ്ഞെടുക്കുന്ന തോന്നും. തൈ ഉണ്ടായിട്ട് വരുന്നുണ്ടാ ഇതുപോലെ തന്നെ ഇളകി കിട്ടുന്നുണ്ട്. ഒരുപാട് തൈ ഉണ്ടല്ലോ. സാനി പൊറുക്കിയെടുക്ക. സാനി കൂടുതലുണ്ട് തൈ. അത് പൊട്ടിയത് എടുക്കണ്ട. ഇത് തന്നെ ഇളകി വന്നിട്ടുണ്ട്. ഇതേപോലെ കണ്ട ഒരുപാട് തൈ ഉണ്ട് കേട്ടാ. നമ്മളിത് ഇത്ര വരെ കണ്ടിട്ടില്ല. നമ്മൾ ഇന്ന് രാവിലെ വെറുതെ ഇങ്ങനെ ആമ്പലിന്റെ എല്ലാം ഒന്ന് നോക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അന്നേരം കണ്ടതാണ് ഇത്. ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. നമ്മളെ തൊട്ടടുത്തുള്ള ആൾക്കാരിലാണെങ്കിൽ പിന്നെ വന്നാൽ നമ്മൾ സൗജന്യമായിട്ട് തരുവേ. പിന്നെ കൊറിയറൊന്നും അയക്കാൻ ആരും ചോദിക്കരുത്. അതിന് കുറച്ച് പണിയാണ്, കുറച്ച് ദൂരെല്ലാം പോകാനുണ്ട്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ആൾക്കാരിലാണെങ്കിൽ പിന്നെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വരുന്നതെങ്കിൽ നമ്മൾ ചെടി അതിൻ്റെ തൈ സൗജന്യമായിട്ട് തരും. പറയുന്നുണ്ട്. ഇത് അധികം എവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ അധികം ഒന്നും എവിടെ കണ്ടിട്ടില്ല. ഇത് അധികം വീഡിയോയിലും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയെടുത്താണ് നെടലാമ്പൽ എന്നാണ് ഇതിന്റെ പേര് മനസ്സിലായത് തന്നെ. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ ആമ്പല് കാണുന്നത്. പൂക്കൾ ഒരുപാട് വിരിയുമ്പോൾ നല്ല രസമുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 10-15 പൂക്കൾ വിരിഞ്ഞെടുത്ത് പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ എല്ലാമാണ് ഇതിൻ്റെ അകത്ത് സെറ്റായി പിന്നെ വിരിഞ്ഞിട്ട് അങ്ങനെ കട്ടായിട്ട് വരുന്നത് അല്ലേ. ഇത് കട്ടായിട്ട് തന്നെ വരും. ഇത് കുറച്ച് കഴിയുമ്പോൾ അത് കട്ടായിട്ട് വരുന്നുണ്ട്. ഓ 10-25 തൈകൾ ഉണ്ടെന്ന് തോന്നല്ലേ ഇതില്ലേ. നമ്മള് ആകെ ഒരു തൈയാണ് നമ്മള് നട്ടത്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് വന്ന തൈകളാണ്, കുഞ്ഞു തൈകളാണ്. ആ തൈ തന്നെ നമുക്ക് യാദൃശ്യമായിട്ട് കിട്ടിയതാണ്. ഒരു പിന്നെ ചെടി വിൽക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ ആടിങ്ങനെ ഒരു പിന്നെ ആമ്പലിന്റെ ഒരു ഇല ഇങ്ങനെ പൊട്ടി വീണിട്ടുണ്ടപ്പോൾ ഞാനത് എടുത്ത് കൊണ്ടുവന്നിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് പിന്നെ വെള്ളത്തിൽ ഇട്ട് നോക്കിയതാണ്. അപ്പോഴത്തേക്ക് അത് അതിൻ്റെ അകത്ത് മുളച്ചിട്ട് വന്നത്. അപ്പോൾ ആ ഒരു തൈൻ്റെ അകത്ത് കിട്ടിയാൽ നമുക്ക് ഇത്രയും പിന്നെ തൈകൾ. അപ്പോൾ നമുക്കിത് കുറേ ആൾക്കാർക്കെല്ലാം കുറേ അടുത്തുള്ളവർക്കെല്ലാം കൊടുത്തിട്ട് നമുക്ക് ആ ഇവിടെയെല്ലാം കുറച്ചും കൂടി കൂടുതലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ആമ്പൽ നടുന്ന രീതി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. കുറച്ച് വീതിയുള്ള
ബേസാണ്. പക്ഷേങ്കിൽ ഇത്ര ഉയരമില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് നല്ല വീതിയുള്ള ബേസ് ആയാൽ നല്ല സുഖമായിട്ട് നമുക്ക് നടാം. ഞാൻ വളപ്പിലെ മണ്ണാന്ന് എടുത്തിന്. അതിൻ്റെ അകത്ത് കുറേ കല്ലെല്ലാം ചരലും ഇതെല്ലാം ഉള്ളത് വാരി കളഞ്ഞിട്ട് നല്ല മണ്ണ് മാത്രം എടുക്കണം. ചളിയായാൽ അത്രയും നല്ല. ചളി കിട്ടാനുണ്ടെങ്കിൽ ചളി എടുക്കുന്നത് നല്ലത്. എന്നിട്ടാകുമ്പോൾ നമുക്ക് ചാണകപ്പൊടി നല്ലോണം മിക്സാക്കിയിട്ട് മണ്ണിൻ്റെ അകത്തേക്ക് മിക്സാക്കി വെക്കാം. ഇത് ഞാൻ പറമ്പെന്ന് വാരിക്കൊണ്ടുവന്നിട്ട് ഉണക്കി വെച്ച ചാണാണ്. ഇത് കട്ടക്കട്ട നല്ലോണം പൊടിഞ്ഞിട്ടില്ല. കട്ടക്കുണ്ട്, കുഴപ്പമില്ല. നല്ലോണം ചാണം ഇട്ടാൽ നല്ലോണം പൂവുണ്ടാവും. ചാണം കിട്ടാനുണ്ടെങ്കിൽ നല്ലോണം ഇടുന്ന നല്ലത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി ഇടുന്നത് നല്ലതാണ്. ഇനി ഇതിൻ്റെ മേലയിൽ നമുക്ക് 1 ഇഞ്ച് കനത്തിൽ വെള്ളം നിറക്കാം. നമ്മൾ 1 ഇഞ്ച് കനത്തിൽ വെള്ളം അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞാലേ ഇതിൽ നമുക്ക് ആമ്പലിൻ്റെ തൈ നടാൻ പാടുള്ളൂ. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ണിൻ്റെ തണുപ്പ് ചൂട് പോയിട്ട് തണുപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. മണ്ണ് വളവും എല്ലാം കൂടി സെറ്റാവും ചെയ്യും. അതിനുശേഷം നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ആമ്പലിൻ്റെ തൈ നട്ടു കൊടുക്കാം. നട്ടു കൊടുത്തതിന് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ തൈ കുറച്ചായിട്ട് മുളച്ച് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം നിറച്ച് കൊടുത്താൽ മതി. അങ്ങനെ അടിച്ച് കൂടുതലായി കുറേ ദിവസം കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കും. അപ്പോൾ എങ്ങനെയായാലും 1 മാസത്തിനുള്ളിൽ എങ്ങനെ പൂ വിരിയും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആമ്പലിൻ്റെ തൈ മാറ്റിയെടുക്കുന്നതിൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.